Welcome to Garam Masala, the magic spices of cooking. മട്ടൻ തലക്കറി. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ മട്ടൻ തലക്കറി തയ്യാറാക്കാം. ഇത് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, പത്തിരി ഇവയുടെ കൂടെയുമെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു മട്ടൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് മീഡിയം സൈസ് പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണിത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 4 ഏലക്ക, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ ഉലുവ ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത്, 4 പച്ചമുളക് ഇവ കൂടെ ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെൽ വരുന്നത് വരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 3 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള സവാളയാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ സവാള സോഫ്റ്റായി വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തക്കാളി ചേർത്ത് കൊടുക്കണം. ഈ തക്കാളിയെ കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് മട്ടൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ മട്ടൻ ബ്രെയിൻ ചേർത്തിട്ടില്ല. മട്ടൻ പീസസ് കുക്കായതിനു ശേഷം മാത്രം മട്ടൻ ബ്രെയിൻ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് 1-2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ ഈ മട്ടൻ പീസസിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റുകയാണ്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെക്കാം. നാല് വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ പീസസ് എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാനിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ മട്ടൻ തലക്കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ തിക്കാകണമെങ്കിൽ ഇതിനെ 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ തലക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ
ചപ്പാത്തി, പത്തിരി, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.